ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 എപ്പിസോഡിലേക്ക് സ്വാഗതം. പാർട്ട് 3 എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ അതായത് സ്മെൽറ്റാവാൻ വെച്ചായിരുന്നു. പിന്നെ ആ കേസ് തുറന്നു നോക്കിയിട്ട് തന്നെയല്ലേ, പിന്നെ എങ്ങനെ ആ കേസ് ഇത് സ്മെൽറ്റാവുക? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമുക്ക് സ്മെൽറ്റാവുന്നതിന് മുമ്പ് ആ താഴത്തിലെ കോളൊക്കെ പോയി കളക്ട് ചെയ്യാം. നാളെ നിങ്ങൾക്ക് അറിയായിരിക്കും, ആ വെള്ളത്തിൽ വീണ് നിങ്ങൾക്ക് എന്തായില്ല, നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഞാൻ തലവേൻ്റെ അടുത്തൊന്ന് പോസ്റ്റ് ചെയ്താണ്ട് പിന്നെ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കരുതിയതാ. അപ്പോഴാ റെക്കോർഡ് ഫുള്ള് പോവുകയും ചെയ്ത് എൻ്റെ ഇടയ്ക്ക് വെച്ചതായും ചെയ്തു. സത്യത്തിൻ്റെ ആ വീഡിയോ 20 മിനിറ്റ് ഉണ്ടായിന്. അത്രക്ക് 20 മിനിറ്റ് ഇല്ല, എന്നാലും ഗസ് അപ്പം അവിടെ വെള്ളമൊക്കെ ചെയ്ത് പ്രോ ആയില്ലേ. പ്രോ ഇതെല്ലാം കളക്ട് വെച്ചിട്ട് താഴത്തേക്ക് എന്താ താഴത്തേക്ക് പിന്നെ പോവാം. ഈ സാധനം ഇതുണ്ടായിട്ട് ഇവിടെ വെളിച്ചുണ്ട്. പോകും അതിൻ്റെ കിളിയിട്ട് പോകും. കിളി പോയാൽ പലതും കാട്ടും. പറഞ്ഞത് കൊത്തി പറിച്ചെടുക്കാം. അതിൻ്റെ മുമ്പ് ഈ വെള്ളം എവിടുന്നാ വരുന്നത് അതൊന്ന് വെക്കുക. ഈ വെള്ളം വരെ നമ്മളടുത്ത് 2 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അവിടെ ഒഴിച്ചാൽ പിന്നെ അത് ഇതിലേക്ക് തന്നെ ഒഴിച്ച് അല്ലേ, അതായത് ഇല്ല സ്ഥലത്താണ്ട് ഒഴിച്ചാൽ കഴിഞ്ഞേ. ഇല്ല സ്ഥലത്ത് ഒഴിച്ചാൽ പിന്നെ അവിടെ തന്നെ പോലെ വെക്കുക. കുറച്ചുള്ളൂ, കുറേ വേണം. തുമ്മല്. പിന്നെ കോൾ ഇവിടെ ഉണ്ട്, എടുക്കാം. അവിടുത്തെ വെള്ളമൊക്കെ ഉള്ളു പോയല്ലോ, നല്ല കാര്യം. ഈ സാധനം പെടുന്നോട്ടെ, അടിപൊളി ഇരുടാവും. ഇതിനോടൊക്കെയാണ് ആ ഇതുണ്ടാവുക. ഇവിടെ ഫുള്ള് കളക്ട് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ എത്ര കിട്ടി നോക്കാം. ഇതിന് 11 കിട്ടി. പക്ഷേ ടോർച്ചിനാകുമ്പോൾ ഒരു സ്റ്റാക്കിൻ്റെ മുകളിലാവും. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു സ്റ്റിക്കും ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 എണ്ണമാണ്. നമുക്ക് 18 കോളൊക്കെ കിട്ടി. ഏതായാലും ഒരു സ്റ്റാക്കിന് മുകളിൽ ടോർച്ചൊക്കെ ഉണ്ടാകും. 4 6 4 കറന്നിട്ട് തോന്നണേ. പിന്നെ എൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്തിട്ടൊന്ന് മുകളിലേക്ക് പോകാം. പിന്നെ ഉറങ്ങണം. പക്ഷെ ഉറങ്ങാനാണ് ഇതായില്ലല്ലോ. പിന്നെ അവിടെ കുറച്ച് ഉണ്ടായാലും എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക്? കാരണം 38 ഉള്ളൂ നമുക്ക്. അതിനോട് ഉണ്ടാക്കാൻ കഴിച്ചൊന്നും അറിയില്ല. കോളേതായാലും ഒരു അര സ്റ്റേക്ക് വേണമെങ്കിലും എടുക്കാൻ നോക്കാം. അതിൻ്റെ കാഴ്ച പോയി ഓടി മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കാം. നമുക്ക് തൽക്കാലത്തിനുണ്ടല്ലോ ഗേസ്. അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് ചാട് പോയി. ഇതെന്തൊരു പണ്ട് പോകണത്. ഇങ്ങോട്ടൊരു ചാട്ടം. ഓക്കെ. അതിനുശേഷം ഇങ്ങോട്ടൊരു ചാട്ടം. നൈറ്റായിട്ടൊന്നുമില്ലല്ലോ ഗേസ്. പിന്നെ ഓമ്പിനുണ്ട്. ഏതായാലും ഹെൽമെറ്റ് കിട്ടും. അര സ്റ്റാക്കിന് 35 കിട്ടി ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ ഇത് മതി. ഞാൻ പോവാല്ലേ, പണി നോക്കി പോട്ടെ. ചൂണ്ടിക്കുട്ടക്കായേ സോംബി അങ്ങോട്ട് പോകണം. അങ്ങനെ ഇന്ന് നല്ല തുടക്കം കേസ്. കുറച്ച് 35 എന്താ കോള് കിട്ടി. കോള് നമുക്ക് ഇതും കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതായത് ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ പിന്നെ കുറച്ച് പോവുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഈ വുഡ് എടുക്കുക. വുഡിച്ച് ആവശ്യം വരുമായിരിക്കും. പക്ഷേ ഈ കോളച്ചാൽ ഒന്നിനോട് തന്നെ കുറേ ആക്കാൻ പറ്റും. അല്ലാണ്ട് ഈ വുഡ് തന്നെ മതി. ടോർച്ച് ആ വീഡിയോ ഫസ്റ്റ് ഞാൻ കണ്ടതാണ് ആദ്യം. എൻ്റെ അഞ്ചനോടൊരു കാര്യം പറഞ്ഞതാ. റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസത്തെ പോലെ എല്ലാം പാടെ ഗുലുമാലാകരുത്. ട്രൈഡ് ട്രൈഡറേ ഇങ്ങോട്ട് നോക്കട്ടോ. ഇങ്ങോട്ട് പോലെ ഒക്കെ ഉണ്ടാകും നോക്കാം. ഒരു ഹേബയിലെടുത്തോ എമറാൾഡ് കിട്ടും. ഹേബയിൽ നമുക്ക് ഫുഡും അത്യാവശ്യമാണല്ലോ, അപ്പോൾ അത് കൊടുക്കണ്ട.
പക്ഷെ ഒരു എമറാൾഡിനോട് നമുക്ക് ഫുള്ള് വേസ്റ്റ് തന്നെ. ഒരാശയാബയിലൊക്കെ എമറാൾഡ് കിട്ടും, അതിനോട് ചോണ്ട പോയിക്കോ കൊടുന്ന് ആൻകോളം ചങ്ങായി അവിടെ ഉണ്ടായില്ലേ? അല്ല അത് സ്മെൽറ്റ് ആവണം. അതിൻ്റെ ഇടയിൽ ഇപ്പം എന്ത് പണി ചെജ്ജണേ? വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കരുതല്ലോ, എന്തെങ്കിലും പണി ചെജ്ജണം. സ്മെൽറ്റ് ആവുകയാണ്. നമുക്കേ ഒരു കാര്യം ചെയ്യാം, ആ പോർട്ടിൽ പോയിക്കാണ്ട് നമുക്ക് ആ ഗോൾഡൊക്കെ മൈൻ ചെയ്തെടുക്കാം. ഈ ഗോൾഡ് ബ്ലോക്ക് മൈൻ ചെയ്യാൻ തയ്യേണ്ടതുമാണോ? എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഓൾറെഡി അതിൻ്റെ പിക്കാക്സ് ഷവലുണ്ട്. ഈ ഗോൾഡ് ഞാൻ കഴിഞ്ഞ വഴിയിൽ അയണ് ലാഭിക്കാമെന്ന് പറഞ്ഞാണ്ട് ഇത് എന്താക്കി ഈ പിക്കാക്സ് ഷവലൊക്കെ ഈ പിക്കാക്സും ഷവലൊക്കെ എന്താക്കുക, പിക്കാക്സും ഷവലും ഉണ്ടാക്കണം. കാരണം അത് അയണിൻ്റെ കൂട്ടത്ത് നമുക്ക് ഓൾറെഡി അങ്ങനത്തെ പൊട്ടാനായതൊന്നും ഉണ്ട്. പൊട്ടാനായതല്ല ഉണ്ട്, നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതൊക്കെ ഉണ്ട്. അപ്പം എന്താക്കാന്ന് ഞാൻ പറഞ്ഞ് വെച്ചതാണ്. നമുക്കിപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ജസ്റ്റ് ഗോൾഡ് ഇല്ലേ, അതൊന്ന് മൈൻ ചെയ്യാനും വേണ്ടി എടുക്കാം. അതിനൊക്കെ നല്ലേ. ഗോൾഡ് ഇവിടെ ഇവിടെ ഉണ്ട് ഇല്ലേ, ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചാടാം. ഇത് മൈൻ ചെയ്തെടുക്കാം. അത് പോയി. അങ്ങനത്തെ ഓൾഡാണെങ്കിൽ പോയും ചെയ്ത് ഷിഫ്റ്റ്. സമാധാനായി ഇത് കിട്ടിയല്ലോ. ഞാൻ പോട്ടെ. സ്മെൽറ്റായി കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു കാല സെറ്റ് ചെയ്താൽ എൻ്റെ 10 ബ്ലോക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ 8 കൊണ്ട് 10 കൊണ്ട് ഒരു 3x3 പാല് സെറ്റ് ചെയ്തൊക്കെ ആ ഒരു ഭാഗത്ത്. ഇത് 10 ഉണ്ട്. ഇതും കൂടിയും വെക്കാം. ഇത് ഇങ്ങനെ പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്ത ഗേസിൻ്റെ 5 അങ്ങോട്ട് വന്നേ. ഓ ബ്ലോക്കിനുണ്ട്. ഈ ഒബ്സിഡിയനെ ആണോ ഇതൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഇതും വെക്കാം, പിന്നെ സ്ലാബും വെക്കാം. സ്ലാബ് വെക്കണതിന് കുഴപ്പമില്ലല്ലോ. 3 മതി. ഞാൻ 3 എടുക്കട്ടെ. 1 2 ഇനി ഇത് പിക്കാക്സ് ആണ് എടുത്തേക്കാം. സ്റ്റോൺ പിക്കാക്സ് നിന്നോട്ടെ. തട്ടിക്കൂട്ട് എന്തൊക്കെ ഒരു ചവറ് പോലെ ഉണ്ടാക്കിയിരിക്കണേ. ഇനിയിപ്പോൾ ചായ കുടിച്ചാൽ വിളിച്ചോളി. കുറച്ചും കൂടി കളിച്ചിട്ടാണ് പോവാം. ഇപ്പം അത് സ്മെൽറ്റായി കാണുമോ അതോ സ്മെൽറ്റായിട്ടില്ലേ? ഉറങ്ങാൻ വെച്ചോ? അത് നോക്കല്ലോ, ഉറങ്ങാൻ വെച്ചോ? നൈറ്റിൽ ഉറങ്ങി. ഇനി വില്ലന്മാരൊന്നും ഡീസ്പോണോ കൂടെ വരേണ്ടല്ലോ. വില്ലന്മാരാണ് സ്പൂണായിട്ടാണല്ല ഭാഗ്യം. കത്തിന് ഈ ബെഡൊന്നും ഇവിടെ നോക്കാം, ആവശ്യം ഉണ്ടാവും കൊടുക്കാം. ഇത് 23 10 കൂടി ആയിട്ട് എല്ലാം പാടെ ആയിട്ട് നമുക്ക് ഒപ്പെടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും പറയാൻ എൻ്റെ പേരുണ്ടാക്കണം. അതിന് അല്ല ഹൗസ് ഉണ്ടാക്കണം. സ്റ്റാർട്ട് ഹൗസ് അല്ല, നമുക്ക് ഒരു ഹൗസ് തന്നെ മതി. ഇതിനപ്പോൾ സ്റ്റാർട്ടഡ് ഹൗസും റിയൽ ഹൗസൊക്കെ ഉണ്ടാക്കണേ. ഞാൻ സാധാരണ അപ്പോൾ ഈ ചാനലിൻ്റെ മുമ്പൊക്കെ ഞാൻ എന്താ ചെയ്താലെന്ന് അറിയാം, സ്റ്റാർട്ടഡ് ഹൗസും ആവശ്യത്തിന് ഹൗസും ഉണ്ടാക്കും. ഒരു സ്റ്റാർട്ടഡ് ഹൗസ് പൊട്ടിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ഒരു ഹൗസില്ലേ അതിൽ താമസിക്കും. പിന്നെ കുറേ കാലം നമ്മൾ പിക്കാക്സൊക്കെ ബ്രോക്ക് ആവില്ലേ,
അതേമാതിരി അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞു തരണോണ്ട് എന്താക്കും പിന്നെയും വേറെ ഹൗസ് ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ഡ്യൂറബിലിറ്റി പറഞ്ഞ് നടക്കണം. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കും ഞാൻ മണ്ടനാണ്. അത് സത്യത്തിൽ പിന്നെ ഹൗസ് ഇഷ്ടമുണ്ടാവാതെ വരൂലേ, ഒരു ബോറിങ് ആവും ചെയ്യും. അപ്പനാണ് ഒഴിവാക്കുന്നതാണ്, അല്ല ഞാൻ മണ്ടനൊന്നുമല്ല. ഇനി നമുക്ക് അത് സ്മെൽറ്റായിട്ട് നോക്കാം. ഇതെന്തൊരു അത് പകലല്ലേ ഇവിടെ തീപ്പൊട്ടങ്ങളൊന്നും ഓർക്കണേ. വില്ലേജർ എത്തിക്കേസി വില്ലേജർ ഇങ്ങനെ എന്താ ഈ വില്ലേജർ ഇങ്ങനെ ഉറങ്ങണ കേസ് പകരായിട്ട് രാത്രി അയച്ചുറങ്ങാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ഇതാകാരം പെണ്ണല്ലേ, അതുകൊണ്ട് മറ്റേത് എന്താ ജോലി എടുക്കാത്ത ആളല്ലേ, ഇതിന് ഉറങ്ങുന്ന പണി തന്നെ ഉണ്ടാവുള്ളൂ. ഞാനൊരു ആന്ത വിട്ടു ഇതൊക്കെ ഇങ്ങനെ ഉറങ്ങണ എഴുതിയുണ്ട് കാര്യം കേസ്. 32 ഒന്നും കൂടി കേട്ടാ നമുക്ക് ഓരോന്നായി ഉണ്ടാക്കാം. ഓക്കെ SP കിട്ടി. 5 SP ആയിട്ടുള്ളൂ ഇത്ര കാര്യമായിട്ട്. ഷീൽഡൊക്കെ ഉണ്ടാക്കണം നമുക്ക്. ഒരു ഹെൽമെറ്റ്, ഒരു ഇത് ഓക്കെ അത് പോട്ടെ. ഇനി കുറച്ച് സ്റ്റിക്സ് വേണം. 8 എണ്ണം 9 ഉണ്ട്. ഇപ്പോൾ ടൂൾസ് ഫുള്ള് ഉണ്ടാക്കാം ഗൈസ്. ഞാൻ സ്റ്റിക്സ് ഉണ്ടാക്കട്ടെ. സ്റ്റിക്സ് ഒന്നും മതി. ഇവിടെ ചായ കുടിച്ചു അപ്പം എന്നെ വിളിച്ചു കാര പോവാം. ടൂൾസ് ഫുള്ള് എനിക്കിപ്പോൾ ഉണ്ടാക്കണോ? ഒത്തും ഉണ്ടാക്കണ്ട, നമുക്ക് ബാക്കിയുള്ളത് വെച്ചുണ്ടാക്കാം. അപ്പം നമുക്ക് ഇതൊന്നും കാരണം എന്താ പറയുക ടൂൾസ് ഫുള്ള് ഉണ്ടാക്കാൻ മനസ്സിലായത് അത് പൊമ്പ് സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റോണേജ് ആവാലോ. ഞാൻ കറക്റ്റ് ഞാൻ നാള് സ്റ്റോണേജ് ആകുമ്പോൾ സംഭവിച്ച നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി ഇതിൽ ബാക്കി 4 നമുക്ക് എടുത്തേക്കാം. കാരണം നമുക്കിപ്പോൾ ഇത് ഫുള്ളായി. പിന്നെ നമുക്ക് ഈ ആർമർ ഇടണം. ഇൻവെൻട്രി പോകണം. ആർമർ ഇടണം. നമുക്ക് ഷീൽഡ് ആവശ്യമുണ്ടല്ലോ. ബൂട്ടോടെ ഒരു ഷീൽഡ് ആവശ്യമുണ്ട്. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഇതൊന്നും ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇത് ഇങ്ങോട്ട് തന്നെ എടുക്കുന്നു, ഇതിൽ പോകുന്നു. മേക്ക് 1 ഷീൽഡ്. എന്നിട്ട് ഇത് ഇവിടെ വെക്കുന്നു. ബാക്കി ചവറ സാധനം ഇൻവെൻട്രി ഭാഗത്ത് വലിച്ചെറിയുന്നു. ഈ സാധനത്തോണ്ട് ഇത് വേണം ഇതുണ്ടാകും. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോകണമെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വെച്ചുണ്ടാക്കാനും വേണ്ടി. ഇതിൻ്റെ അടുത്ത് കുറേ അയണില്ലേ, എന്നോടൊരു കാര്യം ചോദിച്ചേ. കുറേ അയണല്ല, കുറച്ച് വുഡില്ലേ, കുറേ. എന്നോടൊരു 3 ചെസ് ഉണ്ടാക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചവർ സാധനമൊക്കെ ഇതിലിങ്ങനെ വെക്കുക. പിന്നെ ഇതിലിങ്ങനെ വെക്കുക. ഇത് ഫുള്ള് ഇതിൽ വെക്കുക. ഓക്കെ, ഇത് ഫുള്ള് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.